was threatening the Prime Minister. അപ്പോഴാണ് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയെ അമേരിക്കയുടെ പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തുന്നത് നമ്മൾ കാണേണ്ടി വന്നത്. Then in the president's address I started giving my speech. In the president's address in parliament I started giving my speech. അപ്പോഴാണ് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നത്. ഈ അനക്കമില്ലാതിരുന്ന സമയത്ത് പ്രധാനമന്ത്രിയെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വന്നപ്പോൾ പാർലമെന്റിൽ ഞാൻ പ്രസംഗിക്കാനായി ആഗ്രഹിച്ചു. They did not let me speak. പക്ഷേ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് പോലും എന്നെ അവിടെ പ്രസംഗിക്കാൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. Amit Shah got up. Prime Minister didn't allow me to speak. All the ministers were standing. Speaker stopped me again and again and again. ഞാൻ സംസാരിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോ ഭരണപക്ഷ ബെഞ്ചുകളിൽ നിന്ന് പ്രധാനമന്ത്രിയും വേണ്ടപ്പെട്ടവരും എഴുന്നേറ്റ് നിന്ന് തടസ്സപ്പെടുത്താൻ ആരംഭിച്ചു. അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ, കേന്ദ്രമന്ത്രിമാർ നിരവധി തവണ അവർ തടസ്സവാദം ഉന്നയിച്ചു. അതുമാത്രമല്ല, സ്പീക്കർ, രാജ്യത്തിന്റെ ജനാധിപത്യ അവകാശങ്ങൾ പാർലമെന്റിൽ സംരക്ഷിക്കാൻ ബാധ്യസ്ഥതയുള്ള സ്പീക്കർ, അദ്ദേഹം തന്നെ നേരിട്ട് നിരവധി തവണ എന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു.